കോൺസ്റ്റിപ്പേഷൻ ഒരുവിധം എല്ലാവർക്കും ഉള്ള, അതായത് കുട്ടികൾ തൊട്ട് വലിയ ആളുകൾക്ക് വരെയുള്ള പ്രശ്നമാണല്ലോ. പക്ഷേ ഈ കോൺസ്റ്റിപ്പേഷൻ ത്രൂ ഇപ്പം നമ്മൾ കൂടുതൽ ഈ കോളൻ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരാൾക്ക് ഇതിനുള്ള സാധ്യതകളുണ്ടോ ഭാവിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള? കോസസ് ഫോർ കോൺസ്റ്റിപ്പേഷൻ IBS എന്നാണ് പറയണത്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഡയറിയ പ്രിഡോമിനൻറ്റ്, കോൺസ്റ്റിപ്പേഷൻ കമ്പൈൻഡ്. അപ്പോൾ അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ കൂടുതൽ. പക്ഷേ നമുക്ക് അഥവാ ഒരു ബ്ലീഡിങ് PR ഉണ്ട്, ബ്ലീഡിങ് പോകുന്നുണ്ട്, അവരുടെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്, എന്താ കാരണം എന്നറിയില്ല, പിന്നെ അനീമിക് ആവുന്നുണ്ട്, പിന്നെ എന്താ ലോസ് ഓഫ് വെയിറ്റ്, കോൺസ്റ്റിപ്പേഷൻ ഒരു അൺനോൺ ആയിട്ട് എന്താ അറിയില്ല, കഴിക്കുമ്പോഴൊക്കെ വേദന വരും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. മോഷൻ പോകുന്നതിന് മുമ്പോ കൂടിയിട്ട് വയറുവേദന വരാം. അപ്പം അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് അലാം സൈൻസ് എന്ന് പറയാം. യൂഷ്വലി അലാം സൈൻസ് വരുന്നത് പ്രായമായ ആൾക്കാരിലാണ്. നമ്മൾ പറയാം 60 years എബോ. പക്ഷെ ഇപ്പം നമ്മൾ ആസ് ഐ ടോൾഡ് യു ബാരിയർ ഇല്ല, കാരണം ബിക്കോസ് ഓഫ് ദ ഫുഡ്. ഓക്കെ, അപ്പം അങ്ങനത്തെയൊക്കെ മേ ബി ഇറ്റ് ഈസ് ഓൺലി ഹെമറോയിഡ്സ് ആയിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒക്കെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എനിക്ക് കുറേ വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി എന്തെങ്കിലും എന്താ പറയുക ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബവൽ പാറ്റേൺസ്, അതിനാണ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യണം എന്തായാലും. അപ്പം ചിലവർക്ക് വിചാരിക്കും ഈ യങ് ഏജിൽ ആവശ്യമുണ്ടോ, പക്ഷെ ഇല്ല. വി ആർ സീയിങ് പീപ്പിൾ ഇത് യങ് ഏജിൽ, കാരണം ഇത്ര യങ് ഏജ് ആയിട്ട് തന്നെ മാലിഗ്നൻസി ചാൻസസ് ആർ ബിക്കമിങ് വെരി ഹൈ. അതൊക്കെയാണ് ഗട്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി കോമൺ എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മളൊരു പോയിന്റ് ബൈ പോയിന്റ് പറയുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്? ഇപ്പോൾ പേഷ്യൻറ്റ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലീഡിങ് PR ഇല്ല, ബവൽ സിംറ്റം. ബ്ലീഡിങ് PR മാനെ ബ്ലീഡിങ് PR എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നത്. ഓക്കെ. പിന്നെ അനീമിക് അല്ല പേഷ്യൻറ്റ്, അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോളൻ ക്യാൻസേഴ്സ് ഇല്ല. അപ്പോൾ ദീസ് ആർ ഓൾ IBS സിംറ്റംസ്. നമ്മൾ എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് വേറെ ഗ്രോത്തോ പോളിപ്പോ ഒന്നും ഇല്ലാന്നും കൂടി കൺഫേം ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എനിക്കിപ്പോ IBS ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? അത് കാരണം അതാ ഞാൻ പറഞ്ഞേ, IBS ഉള്ള കുറച്ച് സിംറ്റംസ് ആണ്. ഒന്ന് ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനക്കേട്. പിന്നെ ഒരു വെയിറ്റ് ലോസ് ഒന്നും വരാത്തൊരാൾ, പക്ഷേ എപ്പോഴും വയറ് ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ IBS സിംറ്റംസ് ആണ്. അതായത് ഈ എപ്പോഴും ബ്ലോട്ടിംഗ് ഉള്ളത് ഒരു IBS സിംറ്റംസ്. പിന്നെ ഡയറിയ ആണ് ഭയങ്കര ഒരു കോമൺ. ഡയറിയ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അതൊക്കെ കോമൺലി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സ്റ്റൂൾസ്, ഫുഡ് കഴിച്ച ഉടനെ മോഷൻ പോകേണ്ടി വരുന്നത് ചിലവർ പറയും, അത് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറച്ച് നാൾ അവർ ട്രീറ്റ് ചെയ്ത് വെക്കാം. ബിക്കോസ് വേറെ ഒന്നും ഹിസ്റ്ററി ഒന്നുമില്ല, ലൈക്ക് ബ്ലീഡിങ് ഇല്ല, വെയിറ്റ് ലോസ് ഇല്ല, അങ്ങനെ അനീമിയ ഇല്ല, ബ്ലീഡിങ്, അബ്ഡമിനൽ പെയിൻ ഇല്ല. അബ്ഡമിനൽ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ അബ്ഡമിനൽ പെയിൻ, അതായത് ഇപ്പോൾ വേറെ പാൻക്രിയാസും കാരണം അബ്ഡമിനൽ പെയിൻ വരാം. അപ്പോൾ അത് എവറിത്തിങ് കോളൻ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സിംറ്റംസ് ഒക്കെ നമ്മൾ അതിനൊക്കെ ഡോക്ടേഴ്സിനെ പോയി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബേസിക്കലി ബാക്കി അതർ ഡിസീസസ് റൂൾ ഔട്ട് ചെയ്യും. ഇറ്റ്സ് എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ. അത് ബാക്കി എല്ലാ ഡയഗ്നോസും മാറ്റിയിട്ട് മാത്രമാണ് നമുക്ക് IBS ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോവാന്ന് പറയുന്നില്ലേ, അത് വളരെ നോർമലായിട്ട് എല്ലാവരും കാണുന്നൊരു കാര്യമാണ്. അതായത് ദറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്ത് ഞാൻ കേട്ടിരുന്നു, നമുക്ക് കോളൻ ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്ത ഒരാൾക്ക്, അയാൾക്കൊരു 1 മാസം മുന്നേ തൊട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ദാറ്റ് ഭക്ഷണം കഴിച്ച ഉടനെ പുള്ളി ടോയ്ലറ്റിൽ പോകുമായിരുന്നു, പക്ഷേ ഹി ജസ്റ്റ് ഇഗ്നോർഡ് എന്ന് കേട്ടു. അപ്പം അത് അങ്ങനെ സഡൻ ചേഞ്ച് ഇൻ ബവൽ പാറ്റേൺ. അത് 1 മാസമായിട്ടില്ലല്ലോ, സഡൻ ചേഞ്ച് ആണ്.
അപ്പോൾ ദാറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. വെയിറ്റ് ലോസ് ഉണ്ടാകും, സഡൻ അതുവരെ ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇതിലൊരു മാറ്റം വന്നത്. പെട്ടെന്ന് അപ്പോൾ സഡൻ ചേഞ്ച് ആണ് ഏറ്റവും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഏജ് വൈസ്, ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പൊ ഒരു പ്രായ ആൾക്കാണ് വരുന്നതെങ്കിൽ അത് note ചെയ്യണം. കാരണം അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഓൾറെഡി ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച് വിജിലന്റ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സിംറ്റംസ് വെച്ച് വന്നാൽ ഈ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ ഒന്നും എടുക്കാതെയോ നെഗ്ലക്റ്റ് ഒന്നും ചെയ്യാതെ ഒരു കൺസൾട്ടേഷൻ ഇസ് വെരി ഈസി ടു ഗെറ്റ് ബിക്കോസ് എവറി വൺ ഇസ് ദെയർ റൗണ്ട് ദ കോർണർ. അങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഓൾസോ ഒന്നും കൂടി ഒരു അലാമിങ് ഫീച്ചർ. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് അതേ പാറ്റേണിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ സൂൺ ആഫ്റ്റർ ഫുഡ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് ഇസ് ഓക്കെ. ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ ഇപ്പം ഞാനൊരു 3 മാസം മുന്നേ മരുന്ന് കഴിച്ചു, പിന്നെ ഞാൻ നിർത്തി, ഞാൻ ഭേദമായതുകൊണ്ട് നിർത്തി. പക്ഷേ ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും വരിക. അപ്പോൾ ഈസ് ഇറ്റ് എ പ്രോബ്ലമാറ്റിക് ഡിസീസ്? നോ, അതൊരു IBS ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മേ ബി ഈവൺ ഇഫ് ദേ ആസ്ക് വി ക്യാൻ ജസ്റ്റ് ഗീവ് ദം മെഡിസിൻ. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആവും. എല്ലാ ബേസിക് ടെസ്റ്റും ഇതൊക്കെ ചെയ്യും. പിന്നെ ഒരു അൾട്രാസൗണ്ടൊക്കെ ചെയ്യും. പിന്നെ അയാൾക്ക് പെർസിസ്റ്റൻറ്റ് സിംറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യും. അതൊക്കെയാണ് ബേസിക് ടെസ്റ്റ് നമ്മളിപ്പോൾ. ഇപ്പം ദർ ആർ മെനി ടെസ്റ്റ് ആൻഡ് ഓൾ. അന്ന് നമുക്ക് ആവശ്യമില്ല ശരിക്കും. ഇപ്പൊ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോഴേ ഇപ്പൊ പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ബേസിക് ഹെൽത്ത് ചെക്കപ്പിന്റെ കൂടെ ഇതുണ്ട്. പക്ഷെ ഇവിടെ ഇതുവരെ അങ്ങനെ ചെയ്യണം എന്ന് പറയുമോ? അല്ലെങ്കിൽ ഇത് ഗ്യാസ്ട്രോൻട്രോളജി എടുത്ത് തന്നെ ഇവിടെ ഇത് വരും വിചാരിച്ചിട്ടാ കൊളോണോസ്കോപ്പി വരും വിചാരിച്ചിട്ടോ. ഓർത്തൊക്കെ ഇന്ത്യയിലൊക്കെ കൊളോണോസ്കോപ്പി മാൻഡേറ്ററി ആക്കുകയാണെങ്കിൽ മോർ ദാൻ 45 years എല്ലാവർക്കും മാൻഡേറ്ററി ആക്കുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് നെഫ്രോളജി ആയിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ പുതിയ റൂള് വരികയാണ്, എവ്രിബഡി ഷുഡ് അണ്ടർഗോ കൊളോണോസ്കോപ്പി ബൈ ദ ഏജ് ഓഫ് 40. ഇത് എപ്പോഴാ പറഞ്ഞേ? എൻ്റെ PGയുടെ മുന്നേ 2017. അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി ഇന്ത്യൻ ഗവൺമെന്റിന് പ്ലാൻ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ. പറ്റില്ലല്ലോ, നമ്മളുടെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഫീൽഡ് അല്ലേ. സോ ഞങ്ങള് നോർമലായിട്ട് എംപ്ലോയ് ചെയ്യണം. സോ ഗവൺമെന്റ് സെറ്റിംഗിൽ ദർ ഷുഡ് ബി ഇനഫ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, ഗാസ്ട്രോ ഓർ എനിവൺ ഹു ഗാസ്ട്രോ റിലേറ്റഡ് ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ പ്രൈവറ്റ് സെറ്റിംഗിൽ ചെയ്യുമ്പോൾ പീപ്പിൾ ഹാവ് ടു ബി അഫോർഡബിൾ. നോ, നമ്മൾക്കൊരു വയറുവേദനയ്ക്ക് പോലും ഡോക്ടറിനെ കാണിക്കുന്നതിന് പകരം ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ കഴിക്കുന്നവർക്ക് ഒരു കൊളോണോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ എടുക്കണം, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ലിക്വിഡ്സ് എടുക്കണം, പിന്നെ കൊളോണോസ്കോപ്പി കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിൽ കുറച്ച് എടുക്കണം. സോ ഇറ്റ് ഈസ് നോട്ട് എ വെരി കോസ്റ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡേർട്ട് ചീപ്പ് ഓൾസോ. സോ എ നോർമൽ പുവർ പേഴ്സൺ നീഡ് നോട്ട് ഹാവ് ദ അഫോർഡബിലിറ്റി. ദിസ് ഈസ് എ മേജർ റീസൺ വൈ മെനി സ്ക്രീനിങ് പിന്നെ പീപ്പിൾ വോണ്ട് ദി ഈസി വേ ഔട്ട്. അപ്പോൾ ഒരു ട്യൂബ് ഇട്ടിട്ട് നോക്കുന്നതിന് പകരം സ്കാൻ ഇട്ടിട്ടാണെങ്കിൽ പീപ്പിൾ ആർ മോർ അക്സെപ്റ്റിങ് അങ്ങനത്തെ ഒരു സ്ക്രീനിങ് മെത്തഡ്. അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലഡ്, പക്ഷേ ഒരു ട്യൂബ് ഇട്ടിട്ട് ചെയ്യുന്ന സ്ക്രീനിങ്ങിന് പീപ്പിൾ ആർ നോട്ട് വെരി വില്ലിങ്. ആൻഡ് ഈവൻ ബിഫോർ കൊളോണോസ്കോപ്പി നൗ ഇറ്റ് ഈസ് ബിക്കം സ്റ്റിൽ മോർ കോമൺ. Breast cancer surveillance has been going on for recommended for so many years, but still women are not doing it. അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് പറയണം. വി ഹാവ് ടു ബിൽഡ് ദ അവയർനെസ്. ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് കൊളോണോസ്കോപ്പി ടൈംലി ചെയ്തിട്ട് സ്ക്രീൻ ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊരു പ്രിവെൻറ്റീവ് ടൂളായിട്ട് വെക്കുമ്പോൾ ഈവൻ ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള പോളിപ്സ് ദേ വിൽ റിമൂവ് ഇറ്റ് സോ വെൽ ദാറ്റ് you can prevent the cancer. ക്യാൻസർ വരില്ല. അത് preventing a cancer is so good. പോളിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ദശ വളർച്ച. അപ്പം നമുക്കത് കൊളോണോസ്കോപ്പിയുടെ സമയത്ത് നമ്മളത് കണ്ടുകഴിഞ്ഞാൽ അപ്പം നമുക്കത് റൂട്ടോടെ കളയാം. അപ്പം പിന്നെ അവിടെ ഒരു ക്യാൻസർ വരില്ല. പിന്നെ അപ്പം നമ്മൾ പിന്നെ സർവൈലൻസ് കൂട്ടും. പോളിപ്പ് ഉണ്ടെങ്കിൽ ഇഫ് നത്തിങ് ഇസ് ദെയർ, ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, പിന്നെ 10 വർഷത്തേക്ക് ഒരു കൈൻഡ് ഓഫ് ഗുഡ് ടു ഗോ. അപ്പൊ കൊളോണോസ്കോപ്പി ആരൊക്കെയാണ് ചെയ്യേണ്ടത്? ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. പേഷ്യൻസ്, ആളുകൾ എന്താണ് ഡോക്ടർ? പേഷ്യൻസ് ഐഡിയലി asymptomatic ആയിട്ടുള്ള ഒരാളെ എടുക്കുകയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് any patient more than 45 years should undergo colonoscopy. അതാണെന്ന് പറയാം. പിന്നെ യങ്സ്റ്റേഴ്സ്, എനി ഫാമിലി ഹിസ്റ്ററി ഓഫ് യങ് കോളൻ ക്യാൻസർ,
ഭയങ്കര അതായത് ഫാമിലി ഹിസ്റ്ററിയിലും യങ് കോളൻ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന നമ്മളെ ക്ലോസ് റിലേറ്റീവില് കോളോൺ ക്യാൻസറോ അത് എസ്പെഷ്യലി യങ് ആള് അതായത് 45-50 ഇയേഴ്സിനൊക്കെ താഴെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ജീവിതത്തിൽ colonoscopy ചെയ്യേണ്ടതാണ്. അതെന്തായാലും ചെയ്യണം. പിന്നെ ഈ സിംറ്റംസ് ബ്ലീഡിങ് മലദ്വാരത്തിലുള്ള ബ്ലഡ്, ആൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, സ്കാനൊക്കെ ഓക്കെയാണ്, HB കുറവാണ്, HB എന്തുകൊണ്ടാണ് കുറവ് എന്ന് മനസ്സിലാവണില്ല അങ്ങനെ. ബട്ട് ദ തിങ് ഈസ് ഇതൊക്കെ കൊളോണോസ്കോപ്പി വേണോ വേണ്ടിയൊന്ന് ഗ്യാസ്ട്രോ തീരുമാനം. സ്പെഷ്യലിസ്റ്റ് ഹാസ് ടു സീ ആൻഡ് ഡിസൈഡ്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ കൊളോണോസ്കോപ്പി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. അതെന്തൊക്കെയാണ്? അതൊന്ന് പോയിന്റ് ബൈ പ്രിവെന്റ് പോയിന്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കാം. ദീസ് ആർ ദ മെയിൻ ടു ബെനിഫിറ്റ്സ് ഓഫ് ഏർലി കൊളോണോസ്കോപ്പി. ഓക്കെ, അപ്പോൾ ഈ കോളൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴോ എനിക്കൊരു ഡോക്ടർ പറഞ്ഞ ഓർമ്മയുള്ളത്, കോളൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ലോണം ആയിട്ടേ നമുക്ക് പുറത്തേക്ക് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേറ്റ് സ്റ്റേജിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത്. അതങ്ങനെയാണോ? കറൻ്റ്ലി കൊളോൺ ക്യാൻസർ ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യാണ്. എസ്പെഷ്യലി നമ്മളെ പോപ്പുലേഷനൊക്കെ ഞങ്ങൾ മുമ്പൊക്കെ നല്ല വെജിറ്റബിൾ കൺസ്യൂമിങ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇപ്പോൾ ആസ് വി ഹവ് ഡിസ്കസ് നമ്മൾ നല്ലോണം മീറ്റ് കൺസ്യൂം ചെയ്യുന്ന പോപ്പുലേഷനാണ്. അപ്പോൾ കൊളോൺ ക്യാൻസർ ഇൻസിഡൻസ് ത്രൂ ഔട്ട് ഇന്ത്യ ആസ് വെൽ ആസ് കേരള ഇസ് ഇൻക്രീസിങ്. ആസ് ഓഫ് നോ സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് സ്റ്റേജ് 3 അതായത് ലേറ്റർ സ്റ്റേജാണ് കൂടുതൽ ഡയഗ്നോസിസ് കൂടുതൽ വരുന്നത്. മെയിൻ റീസൺ ഈസ് ആൾക്കാർക്ക് എന്തെങ്കിലും സിംറ്റം വന്നാൽ നിഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മൾക്കൊരു യൂണിവേഴ്സൽ ഗവൺമെൻറ് മാൻഡേറ്റഡ് കൊളോണോസ്കോപ്പിക് സ്ക്രീനിങ് ഇല്ല. ആൾക്കാർക്ക് ഒന്നെങ്കിൽ അത് അവർക്ക് അതിൻ്റെ അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ അഫോർഡബിലിറ്റി ഇല്ല. സോ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ഇസ് നോട്ട് ഡൺ. നമുക്ക് ഏർലി സ്റ്റേജസിൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആസ് ഓഫ് നൗ ഈവൻ ഞങ്ങളുടെ പ്രാക്ടീസസിൽ കാണുവാണെങ്കിൽ മോസ്റ്റ്ലി ലേറ്റർ സ്റ്റേജിലാണ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കോളൻ ക്യാൻസർ കണ്ടുപിടിച്ചാൽ അതിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? കീമോ റേഡിയേഷൻ. മൾട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ്. നമ്മൾ ഓരോ സൈറ്റ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എപ്പോഴും ആദ്യം സർജിക്കൽ അല്ല, ചിലപ്പോൾ ഡിപ്പെൻഡ്സ്. ആക്ച്വലി കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് മാഡം പറഞ്ഞ പോലെ നമ്മളെ സൈറ്റ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോളോൺ എന്ന് പറയുമ്പോൾ കോളോണും റെക്റ്റും പറയും. അതായത് മലദ്വാരത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്ക് റെക്റ്റം ഏനസ് പറയും, ബാക്കിയുള്ളത് വൻകുടലോ കോളോൺ പറയും. അപ്പോൾ വൻകുടലിലൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തത് നമ്മൾ ആദ്യം സർജറി ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബയോപ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കീമോ കൊടുക്കും. നല്ലോണം താഴെയുള്ള ട്യൂമർ ആണെങ്കിൽ അതിൻ്റെ ട്യൂമർ ചുരുക്കാനും സർജറിയുടെ ബെനിഫിറ്റ്സ് ബെറ്ററും സൈഡ് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം കീമോ റേഡിയേഷൻ കൊടുക്കും. അതായത് കീമോതെറപ്പി റേഡിയേഷനും കമ്പൈൻ ചെയ്തിട്ട് ട്യൂമറിനെ ചുരുക്കിയിട്ട് സർജറി ചെയ്യും. ഇപ്പോൾ പക്ഷേ അപ്കമിങ് ആണ് ട്യൂമർ ബയോളജി അല്ലെങ്കിൽ ട്യൂമറിൻ്റെ ബയോപ്സി റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് ചില ട്യൂമേഴ്സിന് ഈ ന്യൂവർ ട്രീറ്റ്മെൻറ്റ്സ് ആർ ദ ടാർഗറ്റഡ് തെറപ്പി, ഇമ്മ്യൂണോതെറപ്പി ഒക്കെ വരും. പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് ആ ഒരു ഹോൾ പോപ്പുലേഷൻ എടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ട്യൂമർ ബയോപ്സിയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു നല്ല ബയോപ്സി റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഈവൻ അവർക്ക് ടാർഗറ്റഡ് ഓർ ഇമ്മ്യൂണോതെറപ്പി എടുത്തിട്ട് വാട്ട് ഐ ഹാവ് ഡിസ്കസ് വിത്ത് ഓൺകോളജിസ്റ്റ് ദി ക്യാൻ അവോയ്ഡ് സർജറി ഓൾസോ. ഈവൻ കംപ്ലീറ്റ് റെസ്പോൺസ് ഇസ് സീൻ നൗ ബൈ അവോയ്ഡിങ് സർജറി. സോ വി നീഡ് ദ ബയോപ്സി റിപ്പോർട്ട് ഫസ്റ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. പിന്നെ നമ്മൾ CT സ്കാൻ ചെയ്യണം, ചിലപ്പോൾ ലൊക്കേഷൻ അനുസരിച്ച് MRI ചെയ്യണം. അപ്പോൾ അത് ഏത് സ്റ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അത് ബേസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് വൺ ഓർ മോർ ഓഫ് ദീസ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ കോളൻ ക്യാൻസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ? ഇറ്റ് ഈസ് ക്യൂറബിൾ. ആണോ? ഡെഫിനറ്റ്ലി ക്യൂറബിൾ. വീണ്ടും Depends upon stage again, okay. But if it is in a good biology, good location, patient എല്ലാ ട്രീറ്റ്മെന്റ് സമയത്തിന് എടുക്കാൻ പറ്റുന്നു, സമയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇറ്റ്സ് എ ക്യൂറബിൾ തിങ്. ഇത് നമ്മുടെ നാട് ആക്ച്വലി കേരളം കുറേയൊക്കെ ഡെവലപ്ഡ് കൺട്രി ആയി വരികയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡെവലപ്പ് കൺട്രി അല്ല, ഡെവലപ്ഡ് കൺട്രി പോലെ അപ്പോൾ ഈ സ്ക്രീനിങ് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കുറേ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കൊളോണോസ്കോപ്പി ചെയ്യുന്നത് വലിയ ഒരു എമൗണ്ട് അല്ല. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്നാലും ഏറെക്കുറെ ഒരു കോളനോസ്കോപ്പി ചെയ്യാൻ എത്ര രൂപ വേണം? അവനൊരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് 6,000 to 10,000 ഇടയിൽ മിക്ക ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചാൻസസ് ഓഫ് ക്യൂർ എല്ലാം ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു അവയർനെസ്സും സ്ക്രീനിങ് പ്രോഗ്രാംസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നത് ലേറ്റ് സ്റ്റേജസിലുള്ള ഇതാണ്. ഉണ്ടെങ്കിലും നമുക്ക് കുറേ കേസസ് നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും. ഈവൻ ലിവറിലേക്ക് മെറ്റാസ്റ്റാസിസ് സ്പ്രെഡായി പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ക്യൂർ ചെയ്യാം. കുടലിനകത്തുള്ള ക്യാൻസേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോളൻ ക്യാൻസർ എടുത്തു കളയാൻ ഈസിയാണ്.
ഓ ഈ ഗോൾ ബ്ലാഡർ ക്യാൻസറോ അല്ലെങ്കിൽ സ്റ്റമക് ക്യാൻസറിനേക്കാളൊക്കെ. പേഷ്യന്റ് ഉണ്ടായിരുന്നു അവർക്ക് ആദ്യം കൊളോണിൽ ക്യാൻസർ വന്നു, അതെടുത്തു, ഫുള്ള് ക്ലിയർ ആയി. ലിവറിൽ ഒരു ചെറിയ ട്യൂമർ വന്നു, അതും ക്ലിയർ ചെയ്യാൻ പറ്റി. പേഷ്യന്റ് ഈസ് വെരി ഓൾഡ് പേഷ്യന്റ് ആണ്, പക്ഷേ ഹീസ് ഗുഡ് ആൻഡ് ലിവിങ് വെൽ. അപ്പം ഇത്ര ഏജ് ഉണ്ടായിട്ട് കൂടി. സോ ഇറ്റ്സ് ബട്ട് ദ തിങ് ഈസ് അവർ കുറച്ച് ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തെങ്കിലും അവർ ട്രീറ്റ്മെന്റിൽ ഒട്ടും ഡിലേ വരുത്തിയില്ല. ട്രീറ്റ്മെന്റ് ഇസ് അഡ്വൈസ്ഡ്, ട്രീറ്റ്മെന്റ് വാസ് ഡൺ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ടൈം ഇസ് പ്രഷ്യസ് അല്ലേ? ആ ഒരു ടൈം ഈസ് പ്രഷ്യസ് ഇൻ അവർ ലൈഫ്. അതെ, എല്ലാ രീതിയിലും കോളോൺ ക്യാൻസർ വന്നാലില്ലെങ്കിൽ ടൈം ഇസ് വെരി പ്രഷ്യസ്. ഓക്കെ,